ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറും എന്നുള്ളതിനുള്ളൊരു അനുഭവമാണ് ഞാൻ ഇതിനു ശേഷം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വ്യക്തിയെ 20 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ആളാണ്. ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടുമുട്ടിയപ്പം ഹെൽത്തി ആയിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഗവൺമെൻറ് ജോലിക്കാരിയാണെങ്കിലും റിസൈൻ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്ത ആ സന്ദർഭത്തിലാണ്. കാരണം ഹെൽത്ത് പ്രശ്നം കാരണം ജോലിക്ക് പോവാൻ പ്രയാസമായതുകൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ റിസൈൻ ലെറ്റർ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് എന്നെ കണ്ടുമുട്ടുന്നത്. ഈ ക്ലാസ്സും കാര്യങ്ങളുമൊക്കെ അറ്റൻഡ് ചെയ്ത് EFT എന്ന ടെക്നിക്കിലൂടെ ഇമോഷൻസൊക്കെ കളഞ്ഞ് ലൈഫിൽ വന്ന മാറ്റങ്ങളാണ്. ഈ വോയിസ് ഇടാൻ കാരണം ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് ഇവരുടെ ഒരു കേട്ടറ്റിൻ്റെ റിസൾട്ട് കണ്ടപ്പം ഇത് നിൻ്റേതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യത്തിനുള്ള മറുപടിയാണ് അവരുടെ വോയിസ് തുടങ്ങുന്നത്. പിന്നീട് അവർക്കുണ്ടായ മാറ്റങ്ങളുമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ലൈഫിൽ പല പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് മാറണമെന്ന് താല്പര്യമുള്ളവർ ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഈ വോയിസ് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മുബീന. അൽഹംദുലില്ലാ, കേട്ട റിസൾട്ടാണ്. പിന്നെ ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ ഇപ്പോൾ വരുന്നത്. അൽഹംദുലില്ലാ, അതിൽ എനിക്ക് വലിയൊരു പങ്ക് ഉണ്ട്. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, അള്ളാഹു ആണ് എല്ലാത്തിനും കാരണം. അതിൻ്റെ താഴെയായിട്ട് പിന്നെ ഒരു ഗൈഡ് ലൈൻ തന്നത് നീയാണല്ലോ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അന്ന് നീ അത് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കുറേ കൂടി. അതിൻ്റെ മുമ്പ് ഞാൻ മറ്റേ EFT ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. പക്ഷെ നീ എൻ്റെ പിന്നാലെ കൂടിയതിൻ്റെ ശേഷം ഞാൻ കുറേ മാറി, അൽഹംദുലില്ലാ. അപ്പോൾ കേട്ട റിസൾട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നോന്ന് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടാവില്ലേ DRG ട്രെയിനിങ്ങിനെ കുറിച്ച്. DRG കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് 3 ബാച്ച് ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ ലീഡ് ചെയ്യേണ്ടി വന്നു. ടെക്നോളജിയാണ് എനിക്കൊരു പ്രയാസമുള്ളത്. എന്നാലും അൽഹംദുലില്ലാ, ഫസ്റ്റ് സ്പെല്ലിൽ കുറച്ചൊരു നെർവസ് ആയിട്ട് തുടങ്ങിയെങ്കിലും സെക്കൻഡ് സ്പെല്ല് അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. സെക്കൻഡ് സ്പെല്ലിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ചെയ്ത സെഷനിൽ കുറേ ടീച്ചേഴ്സ് ഭയങ്കര അട്രാക്റ്റഡ് ആയി. അതിൽ ഒരാൾ എന്നെ സാറിൻ്റെ സ്കൂളിലേക്ക് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് ഇനോഗ്രേഷൻ നടത്താൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. പിന്നെ സിജിയുടെ സപ്പോർട്ട് ഉണ്ട്. സിജിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഓരോരോ ടാസ്കുകളും. പിന്നെ ഓരോരോ സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ നമ്മൾ പ്രോഗ്രസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഏതായാലും നിനക്ക് വേണ്ടി എന്നും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. നീ പഠിപ്പിച്ചു തന്ന ഇതുണ്ടല്ലോ, കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ചെയ്യാനുള്ള ആ ഒരു മെഡിറ്റേഷൻ, അതെല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. അതും അൽഹംദുലില്ലാ, എനിക്ക് അതിലൂടെ അള്ളാഹിൻ്റെ ബ്ലെസ്സിങ്സ് കുറേ എത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും എപ്പോഴും മനസ്സിലുണ്ട്, ദുആയിലുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹ് അനുഗ്രഹിക്കട്ടെ കൂടുതൽ കൂടുതൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.